എൻ്റെ പേര് OV റഫേൽ. ഞാൻ എഴുതിയ പുസ്തകമാണ് ദീപമേ ശാശ്വത ദീപമേ. ഞാൻ തിരുവനന്തപുരത്തായതിനു ശേഷം എൻ്റെ വരുമാന മാർഗം എന്ന് പറയുന്നത് പ്രധാനമായും വിവിധ പള്ളികളിൽ വിവാഹങ്ങൾക്ക് തിരുനാളുകൾക്കും കണ്ടക്ട് ചെയ്യുന്നതിൽ നിന്നുമാണ്. എന്നാൽ സാധിക്കുന്ന വിവാഹങ്ങൾക്ക് സൗജന്യമായോ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് തുച്ഛമായ നമസ്കാരം. ബുക്ക് റിലീസ് ചെയ്യുമ്പോഴും അവർക്ക് ഒരു സുഖമില്ല, ചുമ. പടം ചെയ്യുന്നുണ്ടോ? സംഗീത ജീവിതം. ദീപം വിശ്വദീപം ദീപം സത്യദീപം ദീപം മാർഗദീപം യുഗങ്ങൾ തോറും ജ്വലിക്കും ജന്മാന്തരങ്ങളിൽ വാഴുന്ന ദേവ അന്തരാത്മാവിൽ ആഴ്ന്നിറങ്ങും പ്രകാശമേ പ്രണാമം. അന്തരാത്മാവിൽ ആഴ്ന്നിറങ്ങും പ്രകാശമേ പ്രണാമം. ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വേദിയും സദസ്സും തമ്മിലുള്ള അകലം തീരെ ഇല്ലാതായി തീരുന്ന ഒരു കൂട്ടായ്മയാണല്ലോ ഇത്. പ്രകാശനം ചെയ്യപ്പെടുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ, ആ ആത്മകഥ ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുന്നത് ശ്രീമതി KS ചിത്രയാണ്. എന്തുകൊണ്ടും ഏറ്റവും ഉചിതം എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ അപ്പനും അമ്മയും സന്ധ്യാസമയം ലാഭം പോലെയാണ്. ആബേലച്ചന്റെ ഗാഗുൽത്ത മലയിൽ നിന്നുള്ള വഴികൾ ഈ കലാകാരൻ അതിന് കൊടുത്ത ശോകസാന്ദ്രമായ അടയാളപ്പെട്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാം. അദ്ദേഹത്തിന്റെ യാത്രകളിൽ ആദ്യം സ്കൂളുകളിൽ കഴിഞ്ഞ് അദ്ദേഹത്തിന് മലയാളത്തിന്റെ പ്രിയ ഗായിക ശ്രീമതി KS ചിത്ര അവരുടെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് പുനലൂർ ബിഷപ്പ് ഡോക്ടർ മിസ്റ്റർ നമസ്കാരം. ഇന്നത്തെ ഈ പുസ്തക പ്രകാശനം ഒരു നിയോഗമായിട്ട് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. ഇതിൽ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, എൻ്റെ ചലച്ചിത്ര സംഗീത ജീവിതത്തിലെ ആദ്യത്തെ പടി ഞാൻ വെച്ചത് OV സാറിൻ്റെ സംഗീതത്തിലാണ്. അതിനു മുമ്പ് കുട്ടികളുടെ ഗായക സംഘം, ആകാശവാണിയുടെ കുട്ടികളുടെ ഗായക സംഘത്തിൽ ഞാൻ സാറിൻ്റെ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അങ്ങനെയാണ് സാർ എന്നെ ഈ ഒരു പാട്ടിലേക്ക് സെലക്ട് ചെയ്തതെന്ന് സാർ ഇന്നലെ ഒരു ചടങ്ങിൽ പറയുകയുണ്ടായി. എൻ്റെ ആദ്യ സംഗീത സംവിധായകനായ OV സാറിൻ്റെ ഈ ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ
ദേവാലയ സംഗീത ജീവിതം ആത്മകഥയായിട്ട് എഴുതിയ ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ അതിനൊരു അവകാശം എനിക്ക് കിട്ടിയത് തീർച്ചയായിട്ടും വലിയൊരു അംഗീകാരവും അങ്ങേറ്റത്തെ സന്തോഷവും തോന്നുന്നു. ദിവ്യ ജ്യോതിസേ നിന്നെ പുണരുവാൻ കനിവോടെ നിൽക്കുന്നു ഞാൻ. ഇതാണ് പല്ലവി. നന്ദി ചേച്ചി. കൂടെ ഉണ്ടായിരുന്ന ഒരു മോൺസിഞ്ഞർ വിൽപ്പറ്റ് പാളയം വികാരി, നമുക്കെല്ലാവർക്കും അറിയാവുന്ന വികാരി ജനറൽ മോൺസിഞ്ഞർ യൂജിൻ പെരേര, ഞങ്ങളെല്ലാം 72 വന്നവരാണ്. അന്ന് പ്രീഫെക്റ്റ് ആയിരുന്നത് സുസുവാക്കി പിതാവാണ്. ബഹുമാനപ്പെട്ട OVR സാറിനെ ആണ് ഞങ്ങൾ പാട്ട് പഠിപ്പിക്കാനായിട്ടൊക്കെ ക്ഷണിച്ചതും ഇപ്പോൾ ശിഷ്യത്വം സ്വീകരിച്ചതും. അന്ന് മുതൽ ഒരു അല്പം അകന്നു നിന്നുള്ള ഒരു ബന്ധമാണെങ്കിലും 82 മുതൽ ഞാൻ വൈദികനായതിനു ശേഷം സെൻറ്റ് വിൻസെൻ്റ് സെമിനാരിൽ തന്നെ ശുശ്രൂഷ ആരംഭിച്ചു. പാളയത്തായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് എനിക്ക് വലിയൊരു ബന്ധം പുലർത്തുവാൻ സാധിച്ചു. അടുത്തതായി ഇത്തരമൊരു ചടങ്ങിൽ KS ചിത്ര പങ്കെടുക്കുന്നു, ബിഷപ്പ് തിരുമേനി പങ്കെടുക്കുന്നു, രാജീവ് കുമാർ പങ്കെടുക്കുന്നു, കാവാലം ശ്രീകുമാർ, രാജീവ് OMB, ഇങ്ങനെയുള്ള എല്ലാവരും കൂടി പങ്കെടുക്കുമ്പോൾ തന്നെ ഈ ആരെയാണോ ആദരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നു. ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല, നമ്മൾ ഒരു എൻ്റെ ഒരു ഓർമ്മ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം അതിനുശേഷം പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് സംഗീത കൂട്ടായ്മയായ ഞങ്ങളുടെ മ്യൂസിക് ഫ്രട്ടേണിറ്റിയിലും ഒക്കെ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അടുത്തായി ആശകുമാർ, PK രാജീവ് കുമാർ, ശ്രീമതി ഐറിസ്, ഈ എന്നിവിടെ സന്നിഹിതരായിട്ടുള്ള ഗുരുജനങ്ങളുടെ സുഹൃത്തുക്കളെ, OVR സാറിനെ എനിക്ക് അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ, കാരണം അങ്ങനെ ആദ്യം തൊട്ട് അങ്ങനെ വിളിച്ചുള്ള ഒരു ശീലം കാണുന്നത് വീടിന് തൊട്ടടുത്തുള്ള സെൻറ്റ് ജോസഫ്സ് പള്ളി അവരുടെ നേതൃത്വത്തിൽ ഒരു ക്രിസ്ത്യൻ പറ്റിയ ആൽബം, ബന്ധവും ആദരവും ഒക്കെ മനസ്സിൽ തോന്നുവാൻ പിന്നീട് ഇടവന്നത് കോളേജ് പഠനകാലത്ത് നൂതനമായിട്ടുള്ള രീതിയിൽ ഒരു സംഘകാലം വേണം, നന്നായിട്ട് പാടാൻ. ദൈവമേ എന്നുള്ള ഗാനം ഞാൻ വരുമെന്ന് അവിടുത്തെ അന്നത്തെ അസിസ്റ്റൻ്റായിരുന്ന വെണ്ടരിത്തിന് അറിയാമായിരുന്നു. മാസ് കഴിഞ്ഞപ്പോൾ അച്ഛൻ അന്വേഷിച്ച ഫ്രണ്ട് വന്നു, അപ്പം എന്നെ കണ്ടു, എന്നെ വിളിച്ചുകൊണ്ടുവന്ന് കൊയറിന് പരിചയപ്പെടുത്തി. അപ്പോൾ ഫ്രാൻസിസ് സാർ എന്ന് പറഞ്ഞ സാറായിരുന്നു അത് ഓർഗൻ വായിച്ചിരുന്നത്.
രാജീവന് തന്നില്ല, റോണിക്ക് തന്നില്ല. വളരെ അധികം അടുപ്പമാണ് ഞങ്ങൾ. ഒന്നുമില്ലെങ്കിൽ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ പിന്നെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് പിതാവ്. എന്ത് കാര്യമുണ്ടെങ്കിലും പിതാവ് തീർച്ചയായും ഓടി എത്തിയിരിക്കും. അത് നമ്മൾ ക്ഷണിച്ചാലും ഇല്ലെങ്കിലും അത് ഒരു ഭാഗമായി തന്നെയാണ് പിതാവ് കണ്ടിട്ടുള്ളത് കുടുംബത്തിലെ. തീർച്ചയായിട്ടും ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇന്ന ദിവസം ഇവിടെ വന്നു ചേർന്ന് പിതാവിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട സൂര്യകൃഷ്ണമൂർത്തി സാറാണ്. കലാകാരന്മാരെ ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുന്ന വേറൊരാളും ലോകത്തുണ്ടാവില്ല. ഏത് കലയും മലയാളികൾക്ക് ഇവിടെ കൊണ്ട് പഴയ കീബോർഡിൻ്റെ അറിയാം. ആ ഓപ്പറേഷനിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നപ്പോഴും എന്നെ വെച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ലാലിച്ചേട്ടും ബഹുമാനപ്പെട്ട നമ്മുടെ ആങ്കറിയെ ശിവചേട്ടനെ ഏൽപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും അറിയാം. ആ ഓപ്പറേഷനിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നപ്പോഴും എന്നെ വെച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ലാലിച്ചേട്ടും ബഹുമാനപ്പെട്ട നമ്മുടെ ആങ്കറിയെ ശിവചേട്ടനെ ഏൽപ്പിക്കുകയും എല്ലാ താങ്ക് യു. Vamos a abrir la